ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനസ് ടോക്സ്. ഞാൻ അനസ് യൂസഫ്. ഡൂറൻ കപ്പിന്റെ ഫൈനൽ 8, അതായത് ക്വാർട്ടർ ഫൈനൽസിൽ അതിനപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മളുടെ സ്വന്തം ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റൊരു മലയാളി ടീമും കൂടി ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ഫൈനലിലോട്ട്, അതും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, ഇന്ത്യൻ ആർമീനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 5 മലയാളി പ്ലേയേഴ്സ് അടങ്ങുന്ന സ്ക്വാഡ് 8 ആണ് ഡൂറൻ കപ്പിന് ഇന്ത്യൻ ആർമി വന്നിട്ടുള്ളത്. ചെന്നൈ FC-യും ജംഷഡ്പൂരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. സ്വാഭാവികമായിട്ട് 2 ISL ടീം അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് ടീം ക്വാളിഫൈ എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പലരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. നമ്മളുടെയൊക്കെ എക്സ്പെക്ടേഷൻ്റെ അപ്പുറം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് നല്ല ഫുട്ബോൾ കളിച്ച്, ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിച്ച് നമ്മളെല്ലാവരെയും ഫാൻസാക്കി മാറ്റിയാണ് അവർ ക്വാർട്ടർ ഫൈനലിലോട്ട് മാർച്ച് ചെയ്തത്. ആദ്യത്തെ മത്സരത്തിൽ ചെന്നൈ FC-നെ 1-0-നും പിന്നീട് ആസാം റൈഫിൾസിനെ 3-0-നും തോൽപ്പിച്ച് നിർണായക മത്സരത്തിൽ ഹാഫ് ടൈം വരെ 2-0-ന് തോറ്റു നിന്ന മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെ സെക്കൻഡ് ഹാഫിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ടാണ് അവരുടെ ഇംപ്രസീവ് പെർഫോമൻസ് നടത്തി ക്വാർട്ടർ ഫൈനലിലോട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് മാർച്ച് ചെയ്തത്. അതിൽ നിർണായക പങ്കുവച്ച 5 മലയാളികളുണ്ട്. സോ അവരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് പ്ലെയർ ഷെഫീലാണ്. ഷെഫീൽ കോഴിക്കോട് സ്വദേശിയാണ്. ഷെഫീൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഫൻഡറാണ്. സെൻറ്റർ ബാക്ക് പൊസിഷനിൽ വേണ്ടിയിട്ടാണ് ആർമിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സർവീസസിന് വേണ്ടിയും സന്തോഷ് ട്രോഫി കളിച്ചിട്ടുണ്ട്. സന്തോഷ് ട്രോഫിയിൽ സർവീസസിന് വേണ്ടിയിട്ട് ഗോൾ സ്കോർ ചെയ്ത് അവരുടെ ഫൈനലിൽ ഗോൾ സ്കോർ ചെയ്തിട്ട് ആ ടീമിനെ ചാമ്പ്യൻ ആക്കാൻ വേണ്ടി മുഖ്യ പങ്ക് വഹിച്ച ഒരു പ്ലെയറാണ് ഷെഫീൽ. സെക്കൻഡ് പ്ലെയർ സുനിലാണ്. ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ആസാം റൈഫിൾസിനെതിരെ മികച്ച ഗോൾ, ഈ ടൂർണമെന്റിലെ ഏറ്റവും ബെസ്റ്റ് ഗോൾ എന്ന് പറയാവുന്ന ഗോൾ സ്കോർ ചെയ്ത പ്ലെയറാണ് സുനിൽ. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആർമിക്ക് വേണ്ടി പല ടൂർണമെന്റ്സും കളിച്ചിട്ടുണ്ട്, സർവീസസിന് കളിച്ചിട്ടുണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്. തേർഡ് പ്ലെയർ നിയാസ് ആണ്. നിയാസ് എറണാകുളം മടവണ്ണ സ്വദേശിയാണ്. നിയാസിന് കുറച്ച് ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ അങ്ങനെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇഞ്ചുറിയൊക്കെ റിക്കവർ ആയിട്ട് വരുന്ന മാച്ചസിൽ കളിക്കുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എഗെയിൻ ആർമിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പെർഫോം ചെയ്തിട്ടുണ്ട്. കൊൽക്കത്ത ലീഗ് കളിച്ചിട്ടുണ്ട്, ബാംഗ്ലൂർ ഡിവിഷൻ കളിച്ചിട്ടുണ്ട്. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയറും കൂടിയാണ് നിയാസ്. സെന്റർ ബാക്കോ റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ പ്ലെയർ രോഹിത് ആണ്. രോഹിത് രാമചന്ദ്രൻ, പാലക്കാട് സ്വദേശിയാണ്. വിങ്ങർ സ്ട്രൈക്കർ റോളിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് രോഹിത്. ഏത് ടീമിനെതിരെയും എനി ടൈം ഗോൾ സ്കോർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ് രോഹിത്. സന്തോഷ് ട്രോഫിയിൽ സർവീസസിന് വേണ്ടി ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ത്രില്ലർ മാച്ച്, ജംഷഡ്പൂരിനായിട്ടുള്ള ത്രില്ലർ മാച്ചിൽ ഫസ്റ്റ് ഗോള് കണ്ടെത്തിയത് രോഹിത്താണ്. കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന പ്ലെയറാണ് രോഹിത്. ടീമിന് എപ്പോഴും എനി ടൈം, എപ്പോഴാണ് ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ, എപ്പോഴാണ് ഒരു ഗോളിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ഹീസ് ദർ ടു സ്റ്റുഡ് അപ്പ് ആൻഡ് ഡെലിവർ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് രോഹിത്. ഫിഫ്ത്ത് പ്ലെയർ അബിയാണ്. അബി കണ്ണൂർ സ്വദേശിയാണ്. FC കേരളയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ടൂർണമെന്റ്സ് കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. രാജസ്ഥാനിൽ നടന്നൊരു ടൂർണമെന്റിൽ FC കേരളയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ആ ടൂർണമെന്റിൽ FC കേരള ചാമ്പ്യൻ ആവാൻ നിർണായക പങ്കുവച്ചൊരു പ്ലെയറും കൂടിയാണ് അബി. പുതിയൊരു റിക്രൂട്ടായിട്ടാണ് ആർമിയിൽ എത്തിയിട്ടുള്ളത്. യങ്സ്റ്ററാണ്, നല്ല കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. സോ ആ ടീമിനെ ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്ലെയറും കൂടിയാണ്. 5 മലയാളി പ്ലെയേഴ്സിന് പുറമെ ഒരു സൗത്ത് ഇന്ത്യൻ പ്ലെയറും കൂടി ഉണ്ട്. അതാണ് മുജീബ്. സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന പ്ലെയറാണ് മുജീബ്. നിർണായകമായിട്ടുള്ള പല മാച്ചേഴ്സിലും ടീമിൻ്റെ ഗതി തന്നെ മാറ്റാൻ സാധിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ് മുജീബ്. ഇവർ മാത്രമല്ലാത്ത ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മറ്റു സ്റ്റേറ്റിലെ പ്ലെയേഴ്സും കൂടി ആർമിയുടെ ഭാഗമാണ്. ആർമിനെ സംബന്ധിച്ചിടത്തോളം അവർ ദേ ആർ പ്ലേയിങ് ഫോർ ദെയർ പ്രൈഡ്, ദേ വിൽ പ്ലേ വിത്ത് ദെയർ ഹാർട്ട്. അത്ര സ്പിരിറ്റിലാണ്, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ടീം സ്പിരിറ്റ്, അവരുടെ ഒരു ബോണ്ടിങ് മറ്റു ടീമുകൾ കണ്ട് പഠിക്കേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും 100% കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ അവർ എത്ര വലിയ ഓപ്പണൻറ്റ് വന്നാലും ദേ വിൽ ഫൈറ്റ് ടിൽ ദ എൻഡ് എന്ന് പ്രൂവ് ചെയ്യുന്ന മത്സരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവർക്ക് ക്വാർട്ടർ ഫൈനലിൽ ഓപ്പണൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. അവരുടെ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് ഷിലോങ്ങിലാണ്. സോ വിഷ് ദം ഓൾ ദ വെരി ബെസ്റ്റ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലും മലയാളി പ്ലെയേഴ്സ് ഉണ്ട്. 3 കളിയിൽ നിന്ന് 4 ഗോളുകൾ സ്കോർ ചെയ്തിട്ട് ജിതിൻ MS നല്ല ഫോമിലാണ്. ഗോൾ കീപ്പർ മിർഷാദ് കാസർഗോഡ് സ്വദേശി എഗെയിൻ നല്ലൊരു ഫോമിലാണ്. സോ 5-2 ഈ 7 മലയാളികൾ ഏറ്റുമുട്ടുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരമാണ് ഷിലോങ്ങിൽ നടത്താൻ പോകുന്നത്. നോർത്ത് ഈസ്റ്റ് വേഴ്സസ് ഇന്ത്യൻ ആർമി. സോ ഗൈസ്, ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് മേക്ക് അസ് എന്റർടൈൻഡ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം അനസ് യൂസഫ്.